എന്നിട്ട് കഴിഞ്ഞ ദിവസം തുഷാർ ഗാന്ധി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ പൗത്രനാണ്. അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശം എന്ന് പറയുന്നത് RSSുമായി ബന്ധപ്പെട്ട് RSS ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ്, RSS വിഷമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ഒരു പ്രതികരണം നടത്തി തിരിച്ചു വരുന്ന വഴിക്ക് RSSന്റെ തിരുവനന്തപുരത്ത് നിന്ന് സംഘത്തിന്റെ ചില പ്രവർത്തകർ അദ്ദേഹത്തെ തടയുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തു. BJPയുടെ ചില പ്രവർത്തകർ തടയുകയൊക്കെ ചെയ്തു. ഇത് ചില വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ തുഷാർ ഗാന്ധി ആരാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ വിഷയത്തെ ഈ RSS ഈ മതരാഷ്ട്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ പൗത്രന്റെ പുത്രനാണ് ഇദ്ദേഹം, പ്രപൗത്രനാണ്. ഈ സത്യത്തിൽ ഈ പറയുന്ന തുഷാർ ഗാന്ധിക്ക് മഹാത്മാഗാന്ധി അറിയാമോ? എനിക്ക് തോന്നുന്നില്ല, അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിസ്സംശയം പറയാം, അദ്ദേഹം മഹാത്മാഗാന്ധിയെ അദ്ദേഹം പഠിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ എന്നോട് എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പാർത്ഥന ഓർമ്മയുണ്ടാവാൻ വഴിയില്ല, നിർബന്ധമൊന്നുമില്ല. അത് ഇതുപോലെ തന്നെയാണ് തുഷാർ ഗാന്ധിക്ക് മഹാത്മാഗാന്ധി എത്ര മഹാത്മാവായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നും ഈ മനുഷ്യനൊന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ പഠിച്ചിരിക്കുന്ന വേറെ ചില കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എനിക്കൊന്നും ധരിച്ചിരിക്കുന്നതെല്ലാം നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആരാണ്ടാണ് മഹാത്മാഗാന്ധി ധരിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ അമ്മാവനും മുത്തച്ഛനൊക്കെയാണ് മഹാത്മാഗാന്ധി ധരിച്ചു വെച്ചിട്ടുണ്ട്. അവരാണല്ലോ ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്. അവർ പഠിപ്പിക്കുന്നതാണ് ഇദ്ദേഹം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇദ്ദേഹം മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന സംഭവം 100 വർഷമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നത്. അദ്ദേഹം കേരളത്തിലെത്തുന്നത് 1925 മാർച്ച് മാസം 8-ാം തീയതിയാണ് എറണാകുളത്ത് വരുന്നത്. 9-ാം തീയതി അദ്ദേഹം വൈക്കത്തെത്തി. അത് കഴിഞ്ഞ് 10-ാം തീയതി വൈക്കത്ത് അദ്ദേഹം ഇണ്ടന്തുരുത്തി മനക്കിൽ പോകുന്നു. അവിടെ അദ്ദേഹം പൊതുപരിപാടിയിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം അവിടുന്ന് ഇവിടേക്ക് വർക്കല വഴിക്കാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. തിരിച്ച് തിരുവനന്തപുരത്തോട്ട് മഹാറാണി വരെ കാണുന്നുണ്ട്. അതിൻ്റെക്ക് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നുണ്ട്. ആ ഗുരുദേവനും അദ്ദേഹവുമായിട്ടുള്ള ചർച്ച വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ തുഷാർ ഗാന്ധി ഒന്ന് പഠിക്കേണ്ടതാണ്. ആ ചർച്ചയിൽ ഗുരുദേവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മഹാത്മാഗാന്ധിയായിട്ടുള്ള അവർ തമ്മിൽ സംവദിക്കലുണ്ട്. മഹാത്മാഗാന്ധി അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് അവിടെ ആദ്യം എത്തുന്ന എൻ്റെ ഓർമ്മയുള്ളത് രാജഗോപാലാചാര്യാണ് അവിടെ ആദ്യം ചെല്ലുന്നത്. അവർ ചെന്നിട്ട് അങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു സാഹചര്യം ഒരുക്കുകയാണ്. മഹാത്മാഗാന്ധിയോട് ആ സമയത്ത് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്, ഗുരുദേവനോട് മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ ഈ അനാചാരങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ഉത്തരം, അങ്ങ് ഒരു പ്രാവശ്യവും കൂടി ഇവിടെ അവതരിക്കേണ്ടി വരുന്നതാണ്. അങ്ങനത്തെ ഒരു ഉത്തരമാണ് ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് വരുന്നത്. ഗുരുദേവൻ ഒരു കാലഘട്ടത്തിലും ഹൈന്ദവ സങ്കല്പങ്ങൾക്ക് എതിരായിരുന്നേയില്ല. അത് തുഷാർ ഗാന്ധിയുടെ തെറ്റിദ്ധാരണയാണ്, അദ്ദേഹത്തിൻ്റെ വായനയുടെ അഭാവമാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിയെ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധിക്ക് എതിരാണെന്ന് പറഞ്ഞ് വൈക്കം സത്യാഗ്രഹ കാലത്ത് വലിയൊരു പ്രചാരം നടത്തി. അതാരാ നടത്തിയത്? അക്കാലത്ത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സിലൊരു വിഭാഗം ആളുകളാണ് പണി നടത്തിയത്. അവർ നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവൻ ഒരു ട്രെയിൻ യാത്രാമധ്യേ ഉണ്ടായിരുന്ന ഒരു സംഭാഷണത്തില് KM കേശവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളും കോൺഗ്രസിന്റെ ആൾ തന്നെയാണ്. അയാളുമായിട്ടൊരു ചർച്ച നടത്തി പോലും. അയാളുമായിട്ട് നടത്തിയുള്ള ചർച്ചയിൽ ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ചില പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന അദ്ദേഹവുമായിട്ട് സംവദിച്ചു എന്നാണ് പറയുന്നത്. അതങ്ങനെ ദേശാഭിമാനിയിൽ അടിച്ചു വന്നത്. ദേശാഭിമാനി TK മാധവന്റെ പത്രമാണ്. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയമാണ്. ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പോലും വെട്ടിലാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടാണ് KM കേശവൻ എന്ന് പറയുന്ന ആള്, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആള്, ഈ തരത്തിൽ വാർത്ത കൊടുക്കുന്നത്. അതിന് മറുപടിയായിട്ട് മഹാത്മാഗാന്ധി 1924 ജൂൺ ആദ്യവാരത്തില് യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരുന്നു. എൻ്റെ കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് വായിക്കേണ്ടതാണ്. ഈ പറയുന്ന തുഷാർ ഗാന്ധി ഒന്ന് വായിക്കേണ്ടതാണ്. ആ ലേഖനത്തിനകത്ത് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിക്കുന്നത് തീയ സന്യാസി എന്ന് പറഞ്ഞിട്ടാണ്. തീയ സന്യാസി ഇങ്ങനെ പറയാൻ കാരണം മഹാത്മാഗാന്ധിയുടെ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. മഹാത്മാഗാന്ധിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് കേരളത്തിലെ തീയ സമുദായത്തിൽപ്പെട്ട, ഈഴവ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ ഈ പറയുന്ന സമരത്തിന് എതിരാണ് എന്നാണ്. അത് എതിരായിരുന്നു. ചില ആളുകൾ എതിരായിരുന്നു, അല്ലാന്ന് പറയാൻ പറ്റില്ല. C കേശവൻ അനുകൂലമായിരുന്നോ?
KV കുഞ്ഞിരാമൻ അനുകൂലമായിരുന്നോ? ആയിരുന്നില്ലല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തില് ശ്രീനാരായണ ഗുരുദേവൻ പോലും ഈ സമരത്തിനെതിരാണെന്നുള്ള പറയുന്നു. ഇത് ഗുരുദേവൻ അറിയുന്നത് 2 മാസം കൂടി കഴിഞ്ഞിട്ട് ആഗസ്റ്റ് മാസത്തിലാണ്. ഇത് അച്ചടിച്ചു വന്നതിന് ശേഷമാണ്. അപ്പോഴേക്കും TK മാധവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിരുന്നു. TK മാധവൻ അടക്കം ഉള്ള ആളുകളായിട്ട് ഗുരുദേവൻ സംസാരിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞു, ഞാൻ സത്യാഗ്രഹ സ്ഥലത്ത് വരാം. 1924 സെപ്റ്റംബർ മാസം 15 17 എനിക്ക് ഓർമ്മയില്ല ഡേറ്റ്. ഗുരുദേവൻ സത്യാഗ്രഹത്തിന്റെ പന്തലിൽ വരികയാണ്. ആ പന്തലിൽ വന്നിട്ട് അദ്ദേഹം സത്യാഗ്രഹിയായിട്ട് മാറുകയാണ്. അന്ന് അദ്ദേഹം പറയുന്നൊരു കമന്റ് ഉണ്ട്, അത് ഇന്നത്തെ ഇവര് വായിച്ചിരിക്കേണ്ട കമന്റാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ തൊപ്പി ധരിക്കുന്നതിനോട് ഒന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല, പക്ഷേ ഞാൻ തൊപ്പി ധരിക്കാൻ തയ്യാറാവുന്നത് സമരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ തൊപ്പി ധരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്പന്തൽ ഇരുന്നു കൊണ്ട് അവർ ഗുരുദേവനോട് പറയുന്നത്, അവിടെയുള്ള സമരസേനാനികളുടെയും അതുപോലെ തന്നെ മഹാത്മജിയുടെയൊക്കെ അവരുടെ എല്ലാം ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സമയത്ത് പ്രാർത്ഥിക്കാനല്ല, സമരത്തിന്റെ ഭാഗമായിട്ട് വരാനാണ് ഞാൻ തയ്യാറായി എന്ന് പറഞ്ഞ ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഇന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അദ്ദേഹം അവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചിരുന്നു ആശ്രമത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ആശ്രമം ഹൈസ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം വൈക്കത്ത്, ആ സ്ഥലം സമരസേനാനികൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരസേനാനികൾ പൂർണ്ണമായിട്ട് 604 ദിവസക്കാലത്തോളം താമസിച്ചത് ഗുരുദേവൻ കൊടുത്ത സ്ഥലത്താണ്. അങ്ങനെയുള്ള ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിൽ തെറ്റിക്കാനായിട്ടുള്ള വലിയ പരിശ്രമം അക്കാലത്ത് ചില കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരെ ഇപ്പോൾ വന്നിട്ട് ഗുരുദേവൻ എൻ്റെ അടുത്ത് മറ്റേ മഹാത്മജി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കാൻ നടക്കുന്നത്. അത് നമുക്കറിയാലോ, ചരിത്രം ഇവർ പഠിക്കേണ്ടതാണ്. ഇവർ ചരിത്രം പഠിക്കേണ്ടതാണ്. ഗുരുദേവനും മഹാത്മജിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയത് ഒരു പറ്റം കോൺഗ്രസ്സുകാരായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഒരു പറ്റം കോൺഗ്രസ്സുകാരായിരുന്നു. പിൽക്കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളടക്കം വൈക്കം സത്യാഗ്രഹത്തെ അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. അവർ പരിശ്രമിച്ചവരാണ്. ഇന്ന് മാത്രമല്ല, എന്നിട്ട് ഇവർ 1972 9 10 എനിക്കില്ല, സാമൂഹ്യ പാഠത്തിലൊരു ലെസൺ ഉണ്ടായിരുന്നു. ഈ സത്യാഗ്രഹ സമരത്തിന്റെ ഉപജ്ഞാതാവ് C കേശവനാണെന്ന്. C കേശവന് വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു പങ്കുമില്ല. പല സമയത്തും വൈക്കം സത്യാഗ്രഹത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളാണ് C കേശവൻ. ഇതിന് ചരിത്രമുള്ളതല്ലേ, ചരിത്ര രേഖകളുള്ളതല്ലേ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് സമരത്തില് വ്യക്തമായിട്ട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. കാരണം ഹൈന്ദവ സമൂഹത്തിനിടയ്ക്ക് നിലനിൽക്കുന്ന ജാതിയും അതേപോലെ തന്നെ തീണ്ടലും തുടിയിലുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ വിലങ്ങുതടി എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് മഹാത്മജി. അതുകൊണ്ടാണ് മഹാത്മജി പറഞ്ഞത്, വൈക്കത്ത് നിങ്ങൾ സത്യാഗ്രഹം നടത്തണം. സത്യഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞത്, സത്യാഗ്രഹമല്ല, സത്യഗ്രഹം നടത്തണം. അങ്ങനെ ജയിക്കുന്നവരേക്കും നടത്തണം. അതിനകത്ത് അക്രമം പാടില്ല, അത് സമാധാനത്തിന്റെ പാതയിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം നേതൃത്വം കൊടുക്കാനുള്ള കാരണം ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിലെ അനാചാരങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് ജോർജ് ജോസഫ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെ നിരാഹാരം കിടക്കാൻ വേണ്ടിയിട്ട് സത്യാഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് വന്നു. മഹാത്മാഗാന്ധി പറഞ്ഞു, താങ്കൾ എഴുത്തൊക്കെ എഴുതിക്കൊള്ളാൻ പറഞ്ഞു, ലേഖനമൊക്കെ എഴുതിക്കോളൂ, പക്ഷേ സത്യാഗ്രഹത്തിന് താങ്കൾ പങ്കെടുക്കരുത്. കാരണം താങ്കളുടെ മതത്തിലും ജാതിയുണ്ട്, അതിനകത്തും വർണ്ണവെറികളുണ്ട്. എന്നോട് ഇത് പറഞ്ഞ് CF ആൻഡ്രൂസ് ആണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസ്സുകാരൻ പോയിട്ട് വായിക്കുക. 1924 സെപ്റ്റംബർ മാസത്തിൽ യങ് ഇന്ത്യ കോൺഗ്രസ്സുകാരൻ തപ്പിപ്പിടിച്ച് വായിക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, CF ആൻഡ്രൂസ് ആണ് എന്നോട് ജാതി ഉണ്ടെന്നുള്ള പറഞ്ഞത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട അബൂബക്കർ എന്ന് പറയുന്ന ആൾ ആദ്യം സമരത്തിലെത്തിയിരുന്നു. കോയമ്പത്തൂർക്കാരനാ. ഈ പറഞ്ഞ ജോർജ് ജോസഫിന്റെ കൂടെ ഒന്നാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു സമരത്തിൽ പറ്റില്ല, വേണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം? മുസ്ലിം സമുദായത്തിൽ ജാതിയുണ്ട്, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അബൂബക്കറും ജോർജ് ജോസഫും ഒന്നും സമരത്തിൽ വേണ്ടെന്ന് പ്രഖ്യാപിച്ച് തീരുമാനിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് തുഷാർ ഗാന്ധി തിരിച്ചറിയേണ്ടതല്ലേ അപ്പ? തുഷാർ ഗാന്ധി അവിടെ പോയിട്ട് ഹിന്ദു വിരുദ്ധമാണ്, സനാതനധർമ്മത്തിനെതിരാണ്, RSSനെതിരാണെന്നൊക്കെ പറഞ്ഞാൽ RSS മഹാത്മാഗാന്ധിക്ക് എതിരായിട്ട് പറഞ്ഞ ഒരു വാക്ക് തുഷാർ ഗാന്ധി ഒന്ന് പറഞ്ഞാൽ മതി. ഇല്ലാന്ന് മാത്രമല്ല, RSSന്റെ പ്രാതസ്മരണയിൽ എല്ലാ ദിവസവും അതിരാവിലെ ചൊല്ലുന്ന ആ ശ്ലോകം തുഷാർ ഗാന്ധി ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ടാവില്ല. തിലകോ ഗാന്ധിരാധൃത എന്നാണ് അതിനകത്ത് ചൊല്ലുക. ഗാന്ധിയെയും തിലകനെയും ഒരേപോലെ സ്മരിക്കുന്ന പാരമ്പര്യമാണ് RSSനുള്ളത്.
ഇത് തുഷാർ ഗാന്ധിക്ക് എങ്ങനെ മനസ്സിലാവുക? പക്ഷെ നന്ദേട്ടാ, ഈ വരുന്ന നെറേഷൻ എന്ന് പറയുന്നത് ഗാന്ധിയെ വെടിവെച്ച് കൊന്നവരാണ് RSS എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി പോലും അത് പറയരുത് എന്ന് പറഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടേയിരുന്ന് പുതിയൊരു തലമുറയ്ക്കുള്ളിലേക്ക് ഇയാൾ ഗോഡ്സെ RSSകാരനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സെ കോൺഗ്രസിന്റെ നോമിനിയാണപ്പ. കോൺഗ്രസ് അക്കാര്യത്തിൽ പങ്കുണ്ട്. കോൺഗ്രസ്സുകാർക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അന്ന് ഹിന്ദു മഹാസഭ എന്തുകൊണ്ട് ഇവർ പിരിച്ചുവിടായിരുന്നത്? അതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള നിർമ്മൽ ചാറ്റർജി ഇവരെന്തിനാ ഹൈക്കോടതി ജഡ്ജിയാക്കിയത്? അയാളെ പിന്നെ പിൽക്കാലത്ത് ഇവര് മറ്റേ പാർലമെന്റിലേക്ക് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് എന്തിനാണത്? ഇതൊക്കെ കൊടുത്ത് പാരിതോഷികമല്ലേ? എന്ന് മാത്രം കേസിൽ പ്രതിയെ തീരുമാനിച്ചതാരാണ്? ആ പ്രതിയെ തീരുമാനിച്ച ആളുടെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ്. അല്ലാണ്ട് RSSനെ തീരുമാനിച്ചത് പോലീസായിരുന്നില്ല, പട്ടാളമായിരുന്നില്ല. തീരുമാനിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുടുംബമാണ് തീരുമാനിച്ചത്. എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇവരൊരു കപൂർ കമ്മീഷൻ വെച്ചല്ലോ. എന്താ കപൂർ കമ്മീഷന്റെ റിപ്പോർട്ട് എങ്ങനെയാ? അതിനകത്ത് എവിടെയെങ്കിലും ഒരു വരിയെങ്കിലും RSSനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്ന് മുതൽ RSSന് പങ്കില്ലാന്ന് വ്യക്തമായിട്ട് ബോധ്യം വരുന്നതാണ് ഇവർ തന്നെ നിയമിച്ചുള്ള കപൂർ കമ്മീഷൻ. അപ്പോൾ ഇതെല്ലാം ബോധ്യം വരുന്നത് മഹാത്മാഗാന്ധി ഒരിക്കലും RSSനെതിരായിരുന്നില്ല എന്ന് മാത്രമല്ല, RSSന്റെ ശാഖയിൽ 1940 വാർധയിൽ നടന്നിട്ടുള്ള സംഘത്തിന്റെ ശാഖയിൽ ശിബിരത്തിൽ പങ്കെടുത്തുള്ള ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന് സംഘവുമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. സംഘത്തിന്റെ നേതൃത്വവുമായിട്ട് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തുഷാർ ഗാന്ധിക്ക് ഇത്തരം കാര്യങ്ങൾ തുഷാർ ഗാന്ധി വായിക്കേണ്ടതല്ലേ? JNU പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകീർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇദ്ദേഹത്തിന് എനിക്ക് വേറെന്നറിയാലോ, ഇദ്ദേഹം മൻമോഹൻ സിംഗിന്റെ കാലത്ത് സിസ്രി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമുണ്ട്. ആ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് ആനുകൂല്യങ്ങൾ പറ്റിയിരുന്ന ആളാണല്ലോ. ഇതിനെതിരായിട്ട് മാൽന്യൂട്രീഷനെതിരായിട്ടുണ്ടായിരുന്ന പ്രസ്ഥാനമാണത്. അതിന് ചുമതലക്കാരൻ തുഷാർ ഗാന്ധി ആയിരുന്നല്ലോ. മഹാത്മാഗാന്ധി ഏതെങ്കിലും സർക്കാരിന്റെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടോ? ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് അവരെടുക്കാഞ്ഞിട്ട് പോലും അതിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ആൾ തന്നെയാണ് തുഷാർ ഗാന്ധി. അതുകൊണ്ട് തുഷാർ ഗാന്ധി പരിധി വിട്ട് കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, നെഹ്റു കുടുംബത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയെ പഠിക്കാതെ കണ്ട് RSSന് മെക്കെട്ട് കയറുന്നത് ഒരിക്കലും ന്യായമായിട്ടുള്ള പ്രവൃത്തിയല്ല. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.